എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒത്തിരി നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് ഇതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വാട്സാപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യാൻ കാരണം ഇപ്പോഴും ഒരുപാട് പേര് പെട്ടെന്ന് മുടി കൊഴിച്ചിൽ മാറാനുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇതെൻ്റെ മോളുടെ മുടിയാണ്. അവളുടെ മുടി ഇപ്പോൾ ഇതിലും കൂടുതലുണ്ട്. ഇത് കുറച്ച് നാൾ മുമ്പുള്ള വീഡിയോ ആണ്. ലെയർ കട്ട് ചെയ്തിട്ട് മൊത്തം ഓർഡർ അല്ലാതെ കിടന്ന മുടിയാണ്. ഇപ്പോൾ ഒരുമിച്ച് വളർന്ന് നല്ല തിക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും ഈ ഒരു സംഭവം ചെയ്തിട്ടാണോ എന്ന്. ഈ ഒരു സംഭവം അതിൻ്റെ കൂടെ തന്നെ വാരിസ് ഹെയർ കെയർ ഓയിലും കൂടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ ഓയിൽ തികച്ചും നാച്ചുറലാണ്, 100% ആണ്. നല്ല രീതിക്ക് ഒരുപാട് പേർക്ക് മുടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ വേണ്ടവർക്ക് ഞാൻ നമ്പർ കൊടുക്കാം, അതിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒട്ടും പൈസ ചിലവാക്കാണ്ട് വീട്ടിലുള്ള സംഭവങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയിട്ട് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ആർക്കും തയ്യാറാക്കി വെക്കാവുന്നതാണ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറാനും മുടി നല്ല രീതിക്ക് വളരാനും തിക്കാകാനും ഒക്കെ നല്ലതാണ്. ഇത് എന്താ പറയുക, ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ വീണ്ടും നമുക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. പാത്രത്തിനകത്തേക്ക് കുറച്ച് വെള്ളം, അതിപ്പോൾ അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു അളവിനനുസരിച്ച് തയ്യാറാക്കാം. നേരത്തെ പറഞ്ഞിരുന്നു ഒരാഴ്ചയോളം നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു അളവ് നോക്കിയിട്ട് നിങ്ങളുടെ ഹെയറിൻ്റെ നീളം അല്ലെങ്കിൽ എത്ര പേര് ഉപയോഗിക്കുന്നു, പറഞ്ഞതുപോലെ ഇത് പുരുഷന്മാർക്ക് നല്ലതാണ്. ഒരാൾ എന്നോട് ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇതുപോലെ പെട്ടെന്ന് മുടി ഒഴിച്ചിട്ട് മാറാൻ ചോദിച്ചിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അയാൾക്ക് നല്ല ഫലം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു വെള്ളം നമ്മൾ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് 2-3 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ചായപ്പൊടിയാണ് നമ്മുടെ എല്ലാ മുടിയുടെ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ചായപ്പൊടി ഇട്ട് നമ്മൾ വെള്ളം വെക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം തിളക്കുന്നതിനോടൊപ്പം തന്നെ ഈ ചായപ്പൊടിയും ഇതിൻ്റെ കൂടെ കിടന്ന് തിളച്ച് വെന്ത് ഇതിൻ്റെ എല്ലാ ഫലങ്ങളും ഇതിനകത്തേക്ക് ഇറങ്ങണം. 1 മിനിറ്റ് നിങ്ങൾക്ക് തിളപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്ററാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തിളപ്പിച്ചെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ മറിഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് എല്ലാ സത്തും വെള്ളത്തിലേക്ക് ഇറങ്ങുക. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ച് നമുക്ക് മാറ്റാം. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നല്ല രീതിക്കൊന്ന് അരിച്ച് മാറ്റുക കേട്ടോ. ഇപ്പോൾ ദേ ചൂടോടും കൂടി ഞാനത് അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറി വരട്ടെ. ഈ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ തലമുടിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഇത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആമസോണിൽ നിന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചെരുപ്പാണ് കേട്ടോ. ഓർഡർ ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗി തോന്നിയിട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് നല്ലതായിരിക്കുമോ എന്നൊക്കെ. പക്ഷെ ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുള്ള ഒരു പെയർ ചെരുപ്പ് തന്നെയാണ് കേട്ടോ. ഇതിൽ അത്യാവശ്യം ഹീലും സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കുറച്ച് ഹീല് പൊക്കം കൂടുതലാണ്, ഹീലിൻ്റെ ആവശ്യമില്ല. എങ്കിലും ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ധരിക്കാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു സംഭവമാണ്. വലിയ റേറ്റ് ഒന്നുമില്ല, റേറ്റ് നിസ്സാരമേ ഉള്ളൂ. നമ്മൾ കടയിൽ നിന്ന് പോയി വാങ്ങിക്കുമ്പോൾ ഇതിന് നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ ആമസോണിൽ നമുക്ക് നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും സംഭവങ്ങളും ഒക്കെ ഞാൻ കൊടുത്തേക്കാം. വേണ്ടുന്നവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഷർട്ടാണ് കേട്ടോ. നല്ല സംശയത്തിലാണ് ഓർഡർ ചെയ്തത്. പക്ഷെ വന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. നല്ലൊരു മെറ്റീരിയലാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ അലക്കിയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ. നല്ലൊരു ഫ്രീ സൈസ് ഷർട്ട്, കളറ് അവൈലബിൾ ആണ്. പല കളറുകളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കളർ വരുത്തി നോക്കിയതാണ്. ഇനി ബാക്കിയുള്ള കളറൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. കുളിക്കുന്നതിന് മുമ്പോ രാത്രി കിടക്കുന്നതിന് മുമ്പോ നമ്മൾ ചടയൊക്കെ കളയില്ലേ, തലയില്ലേ, അതിന് ശേഷം 2 തുള്ളി ഓയിൽ കയ്യിലെടുത്തിട്ട് ഒന്ന് ഇതുപോലെ പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഓയിൽ തേക്കുന്നത് മുടി പറന്ന് കിടക്കാതിരിക്കാനും പൊട്ടിപ്പോവാതിരിക്കാനും വേണ്ടിയാണ്. ഇനി അതിനുശേഷം കുളിക്കുന്നതിന് മുമ്പാണെങ്കിൽ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ മുമ്പ് നമ്മളൊരു സ്പ്രേ ബോട്ടിൽ ഈ ഓയിൽ ആക്കിയതിന് ശേഷം നമ്മുടെ തലയോട്ടിയിൽ നല്ല രീതിക്ക് ഇതുപോലെ ആക്കിയിട്ട് ഒരു മസാജിങ് കൊടുക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് അലർജി ഇല്ലാത്തവരാണ്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല, അങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യാം, നല്ലതാണ് കേട്ടോ.
രാത്രി കിടക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ പല ആളുകളും കമൻറ്റിലൂടെ ചോദിക്കും, നീർദോഷമുള്ളവർക്ക് പറ്റുമോ, നീർക്കെട്ടുള്ളവർക്ക് പറ്റുമോ, ശ്വാസമുട്ടുള്ളവർക്ക് പറ്റുമോ, അലർജി ഉള്ളവർക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിനൊക്കെ മറുപടി പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത് കുളിക്കുന്നതിന് മുമ്പ് ചെയ്താലും മതിയെന്ന്. അപ്പോൾ ഇതുപോലെ നല്ല രീതിക്ക് തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മസാജ് കൊടുക്കുക കേട്ടോ. ഒരു 10-20 മിനിറ്റ് മസാജ് കൊടുക്കുക. അതിനിപ്പോൾ നമ്മുടെ തുമ്പ് ഭാഗം വരെ തേച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നമ്മളിത് തേച്ചൊന്ന് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ കുളിക്കുന്ന പച്ചവെള്ളം നോർമൽ വെള്ളത്തിൽ തേച്ച് കഴുകി കളയാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ തലയിലേക്ക് കെമിക്കലായിട്ടുള്ള ഷാമ്പൂസും കാര്യങ്ങളും ഒന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കുക. വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ മാസത്തിൽ 2 തവണയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് പച്ചവെള്ളത്തിൽ നല്ല രീതിക്കൊന്ന് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി നമുക്ക് നല്ലപോലെ പൊട്ടിപ്പോകാതെ അടർന്നു പോകാതെ താരനൊക്കെ മാറ്റി നല്ല കട്ടിയായി സിൽക്കിയിൽ നല്ല കറുപ്പ് കളറോടും കൂടി വളർത്താനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ അകാലനരയൊക്കെ തടയാനായിട്ട് സഹായിക്കും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമുള്ള വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെയും നന്ദി പറയുന്നു. ടാറ്റാ.